നമസ്കാരം. പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കഴിഞ്ഞൊരു സെഷനിൽ തുടർച്ചയായിട്ടുള്ള മൂന്നാമത്തെ സെഷനിലും ഇടിവിൽ തന്നെ ക്ലോസ് ചെയ്യുന്ന വിപണിയാണ് നമ്മൾ കണ്ടത്. ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് നൽകിയെങ്കിൽ പോലും 24,850 എന്നൊരു ലെവലിനടുത്ത് ഒരു റെസിസ്റ്റൻസ് നേരിടുകയും അവിടെ ഞങ്ങളുടെ ഇൻട്രാഡേ ഹൈയിൽ നിന്ന് 343 പോയിന്റോളം നഷ്ടം നിഫ്റ്റി സൂചികയിൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. 24,502 എന്നൊരു ഇൻട്രാഡേ ലോയിലേക്ക് പോകുന്നൊരു സാഹചര്യം കഴിഞ്ഞൊരു സെഷനുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ 174 പോയിന്റിന്റെ നഷ്ടത്തിൽ 24,542 എന്നൊരു റേഞ്ചിലായിരുന്നു ക്ലോസിംഗ് ടൈമിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് സൂചിക ഔട്ട് പെർഫോമൻസസ് നടത്തി 56,161 എന്നൊരു പുതിയ റെക്കോർഡ് ലെവലിലേക്ക് ഉയർന്നെങ്കിലും ആ ഒരു നേട്ടമൊക്കെ തന്നെ കൈവിട്ടിട്ട് ക്ലോസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നിഫ്റ്റി ബാങ്ക് സൂചിക പോയത്. 303 പോയിന്റിന്റെ നഷ്ടത്തിൽ 55,600 എന്നുള്ള റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത്. അവസാന മണിക്കൂറിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഫൈനാൻഷ്യൽ സ്റ്റോക്സിലൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. റിയൽറ്റി സൂചികയ്ക്ക് ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികയെ സംബന്ധിച്ച് വലിയ തോതിലൊരു സെൽ ഓഫ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. റിയൽറ്റി ഒപ്പം തന്നെ മീഡിയ സൂചിക ഒഴിച്ച് മറ്റെല്ലാ സൂചികകളിലും നമുക്ക് ഒരു ചുവപ്പിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. പ്രത്യേകിച്ചും ഫൈനാൻഷ്യൽ സർവീസസ്, ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികയാണ് ഏറ്റവും അധികം ഇടിവ് രേഖപ്പെടുത്തിയിരുന്നത്. സ്മോൾ ക്യാപ് 100 സൂചിക കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ ഭേദപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെച്ചിരുന്നു. 0.10% ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇനി കഴിഞ്ഞ സെഷനിലെ ഒരു FII DII ഡാറ്റ പരിശോധിക്കുമ്പോൾ FIIs വീണ്ടും സെല്ലേഴ്സായിട്ട് മാറിയിരിക്കുകയാണ്. 2,853.83 കോടി രൂപയുടെ ഓഹരികൾ വിറ്റഴിച്ചിട്ടുണ്ട്. എന്നാൽ DISനെ സംബന്ധിച്ച് 5,907.97 കോടി രൂപയുടെ ഓഹരികൾ വാങ്ങുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതോടുകൂടി ഈ ഒരു വർഷത്തിൽ FISന്റെ ഭാഗത്തും 1.27 ലക്ഷം കോടി രൂപയുടെ ഓഹരികളാണ് വിറ്റഴിച്ചിരിക്കുന്നത്. എന്നാൽ DISനെ സംബന്ധിച്ച് 2.86 ലക്ഷം കോടി രൂപയുടെ ഓഹരികൾ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ സെഷനിൽ US വിപണിയുടെ ഒരു പ്രകടനം വിലയിരുത്തുമ്പോൾ ഒരു പോസിറ്റീവ് നോട്ടിൽ വ്യാപാരം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു. പ്രധാനമായിട്ടും US ലേബർ ഡാറ്റ പുറത്തു വന്നത്, ഡാറ്റകൾ പുറത്തു വന്നത് തന്നെയാണ് ഇപ്പോൾ ഒരു പോസിറ്റീവായിട്ട് മാറിയിരിക്കുന്നത്. S&P 500.58% നേട്ടത്തിൽ 5,970.37 എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത്. ഡൗ ജോൺസിനെ സംബന്ധിച്ച് 214 പോയിന്റിന്റെ മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചു. നാസ്ഡാക്കിനെ സംബന്ധിച്ചും 0.81% ഒരു നേട്ടമാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 19,398.96 എന്നുള്ളൊരു ലെവലിലാണ് ക്ലോസ് ചെയ്തത്. പറഞ്ഞ പോലെ തന്നെ പ്രതീക്ഷിച്ചതിനേക്കാളും ഉയർന്ന ജോബ് ഓപ്പണിംഗ്സ് ഡാറ്റകളാണ് കഴിഞ്ഞ സെഷനിൽ പുറത്തു വന്നത്. ഇത് ട്രേഡ് കൺസേൺസ് നിലനിൽക്കുമ്പോഴും എക്കോണമിയിൽ ഭേദപ്പെട്ട ഒരു പ്രകടനം എക്കോണമിക്ക് രേഖപ്പെടുത്താൻ സാധിക്കുന്നുണ്ട് എന്നുള്ള ഒരു സൂചനയാണ് നൽകുന്നത്. ഇതിൻ്റെ ഒരു പോസിറ്റിവിറ്റി തന്നെയായിരുന്നു നമുക്ക് കഴിഞ്ഞ സെഷനിൽ US വിപണിയിൽ കണ്ടത്. ഇതിൻ്റെ ചുവട് പിടിച്ച് ഏഷ്യൻ വിപണികളിലും ഒരു മുന്നേറ്റം ഇന്നത്തെ തുടക്ക വ്യാപാരത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റിയും ഒരു പോസിറ്റീവ് സ്റ്റാർട്ട് തന്നെയാണ് ഇന്നിപ്പോൾ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. തുടക്ക വ്യാപാരത്തിൽ 50 പോയിന്റിന്റെ ഒരു നേട്ടത്തിൽ 24,724.5 എന്നൊരു റേഞ്ചിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത്. സോ നമുക്ക് ആഭ്യന്തര വിപണിയെ സംബന്ധിച്ചും ഒരു പോസിറ്റീവ് സ്റ്റാർട്ട് തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇന്നത്തെ ഒരു ഇൻട്രാഡേയിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കാൻ അനലിസ്റ്റുകൾ സജസ്റ്റ് ചെയ്യുന്ന റെസിസ്റ്റൻസ് ലെവലുകൾ നോക്കാം. അതിൽ HDFC സെക്യൂരിറ്റീസിലെ നാഗരാജ് ഷെട്ടി പറയുന്നത് 24,500 25,000 എന്നുള്ള റേഞ്ച് ബൗണ്ടിനുള്ളിലാണ് ഇപ്പോൾ നിഫ്റ്റി തുടരുന്നത്. അതിനാൽ നമ്മൾ ഇനി അടുത്ത സപ്പോർട്ടായിട്ട് പ്രതീക്ഷിക്കേണ്ടത് 24,400 24,300 എന്നൊരു ലെവലായിരിക്കും. അതായത് വീക്ക്നെസ് ആണ് നമ്മുടെ സൂചികയിൽ ഉള്ളതെങ്കിൽ 24,400 24,300 എന്നൊരു റേഞ്ചിൽ നമുക്കൊരു സപ്പോർട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. 24,800 തന്നെയാണ് നമ്മളിനി ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. LKP സെക്യൂരിറ്റീസിലെ രൂപക് ദേ പറയുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ച് വീണ്ടും ഒരു കൺസോളിഡേഷൻ തന്നെയായിരുന്നു കഴിഞ്ഞൊരു സെഷനിലും പ്രകടനം കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നത്. എന്നാൽ ഇനി വരുമ്പോൾ RBIയുടെ മീറ്റിംഗ് ഇന്നിപ്പോൾ ആരംഭിക്കാനിരിക്കുകയാണ്. ഇതിൻ്റെ ഡിസിഷൻസ് ഒക്കെ വരുന്നത് എത്രത്തോളം ഇമ്പാക്റ്റ് ചെയ്യുമെന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടതുണ്ട്. അതിനാൽ തന്നെ ഷോർട്ട് ടേമിലേക്ക് നമ്മൾ 24,500 എന്നൊരു ലെവലാണ് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് എന്ന് പറയുന്നത്. 24,500 കഴിഞ്ഞാൽ 24,000 എന്നൊരു ലെവലിൽ നമുക്ക് അടുത്ത സപ്പോർട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി അപ്സൈഡിലേക്ക് വരുമ്പോൾ 24,700 24,750 എന്നുള്ളൊരു റേഞ്ചിൽ നമുക്ക് ഒരു റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാമെന്നും കൂടിയും അദ്ദേഹം പറയുന്നുണ്ട്.
ഇനി നമുക്ക് ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട ഓഹരികൾ കൂടി അവസാനമായിട്ട് നോക്കാം. അതിൽ യെസ് ബാങ്ക് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. യെസ് ബാങ്കിനെ സംബന്ധിച്ച് ഫണ്ട് റേസിംഗുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ വന്നിട്ടുണ്ട്. FY26ലേക്ക് 16,000 കോടി രൂപ സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇക്വിറ്റി ക്യാപിറ്റൽ വഴിയും അതോടൊപ്പം തന്നെ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സ് ഇഷ്യൂ ചെയ്യുന്നത് വഴിയുമായിരിക്കും ഫണ്ട് റേസിംഗ് നടത്തുക. അതിൽ 7,500 കോടി രൂപ ഇക്വിറ്റി ക്യാപിറ്റൽ ത്രൂ നമുക്ക് ഫണ്ട് റേസ് ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സ് വഴി 8,500 കോടി രൂപ സമാഹരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ യെസ് ബാങ്ക് അറിയിച്ചിരിക്കുന്നത്. സോ നമുക്ക് യെസ് ബാങ്ക് ഇന്നും ശ്രദ്ധിക്കാവുന്നതാണ്. അതോടൊപ്പം ഒല ഇലക്ട്രിക് കഴിഞ്ഞ സെഷനിലും ഒരു ഫോക്കസിൽ വന്നൊരു സ്റ്റോക്കാണ്. ഒല ഇലക്ട്രിക്കിൽ നമുക്കൊരു ബ്ലോക്ക് ഡീൽ കാണാൻ സാധിച്ചിരുന്നു. 8.61 കോടി രൂപയുടെ കോടി ഓഹരികൾ ഇപ്പോൾ സിറ്റി ഗ്രൂപ്പാണ് ഈ ഒരു ബ്ലോക്ക് ഡീലിൽ വാങ്ങിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏകദേശം 435 കോടി രൂപയുടെ ഓഹരികൾ സിറ്റി ഗ്രൂപ്പ് ഇപ്പോൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഹ്യുണ്ടായ് മോട്ടോർ കമ്പനിയും കിയ കോർപ്പറേഷനുമായിരുന്നു ഒല ഇലക്ട്രിക്കിൻ്റെ ഓഹരികൾ വിറ്റഴിച്ചിരുന്നത്. സോ ഒല ഇലക്ട്രിക് നമുക്ക് ഇന്നും ഫോക്കസിൽ വെക്കാവുന്നതാണ്. മറ്റൊരു ബ്ലോക്ക് ഡീൽ നടക്കാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്ക് ഇൻഡിജൻ ലിമിറ്റഡ് ആണ്. ഇന്നത്തെ ഒരു സെഷനിൽ CA ഡോൺ ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് ഇപ്പോൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ സ്റ്റേക്ക് വിറ്റഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. 10.2% ഓഹരികൾ വിറ്റഴിക്കുമെന്ന് തന്നെയാണ് അറിയുന്നത്. ഏകദേശം 1,420 കോടി രൂപയുടെ ഓഹരികളാണ് വിറ്റഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഏകദേശം 2.44 കോടി ഓഹരികളാണ് ഈ ഒരു സ്റ്റേക്ക് സെയിലിലൂടെ വിറ്റഴിക്കുന്നത്. ഓഹരി ഒന്നിന് 580 രൂപ നിരക്കിലാണ് അവരിപ്പോൾ പ്രൈസ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസത്തെ ഒരു മാർക്കറ്റ് ക്ലോസിംഗ് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ 6.4% ഡിസ്കൗണ്ടോട് കൂടിയിട്ടാണ് ഈ ഒരു ഓഹരി വിറ്റഴിക്കുക എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. സോ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് ഫോക്കസിൽ വെക്കാവുന്നതാണ്. ടാറ്റ ടെക്നോളജീസിലും ഒരു ബ്ലോക്ക് ഡീൽ നടന്നേക്കാം എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പ്രൈവറ്റ് ഇക്വിറ്റി ഫേം ആയിട്ടുള്ള TPG ആണ് ടാറ്റ ടെക്നോളജീസിൻ്റെ ഓഹരികൾ വിറ്റഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. 634 കോടി രൂപയുടെ ഇടപാട് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് മൊത്തം 2.1% സ്റ്റേക്കാണ് ഈ ഒരു കമ്പനി ഹോൾഡ് ചെയ്തിരിക്കുന്നത്. ഫ്ലോർ പ്രൈസ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത് 744 രൂപ 50 പൈസ എന്നുള്ള റേഞ്ചിലാണ് ഇപ്പോൾ ടാറ്റ ടെക്നോളജീസിൻ്റെ ഓഹരികൾ വിറ്റഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് കഴിഞ്ഞൊരു സെഷനിലെ ക്ലോസിംഗ് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ 3% ഒരു ഡിസ്കൗണ്ടോട് കൂടിയിട്ടാണ് ഇപ്പോൾ വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊരു സ്റ്റോക്ക് ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ ലിമിറ്റഡ് ആണ്. ഈ ഒരു സ്റ്റോക്കിൻ്റെ സ്റ്റേക്ക് വിറ്റഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഫ്ലിപ്കാർട്ട് ആണ്. 6% സ്റ്റേക്ക് ഇതുവഴി ബ്ലോക്ക് ഡീൽ ത്രൂ വിറ്റഴിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഓഹരി ഒന്നിന് 80 രൂപ നിരക്കിലായിരിക്കും ഈ ഒരു സ്റ്റേക്ക് സെയിൽ നടത്തുക. അതായത് ഏകദേശം 7% ഡിസ്കൗണ്ട് പ്രൈസോട് കൂടിയിട്ടായിരിക്കും ഈ ഒരു ബ്ലോക്ക് ഡീൽ നടക്കുക എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇനി ആൽക്കം ലബോറട്ടറീസ് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ആൽക്കം ലബോറട്ടറീസിലും 1.42% ഒരു സ്റ്റേക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇതും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ട്രാൻസാക്ഷൻ സൈസ് നോക്കുകയാണെങ്കിൽ 825 കോടി രൂപയുടെ ഒരു ബ്ലോക്ക് ഡീൽ നടന്നേക്കാമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഓഹരി ഒന്നിന് 4,850 രൂപ റേഞ്ചിലായിരിക്കും ഈ ഒരു സ്റ്റേക്ക് സെയിൽ നടത്തുക എന്നാണ് അറിയുന്നത്. 3% ഡിസ്കൗണ്ട് കറണ്ട് മാർക്കറ്റ് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ 3% ഡിസ്കൗണ്ടോട് കൂടിയിട്ടാണ് ഈ ഒരു സ്റ്റേക്ക് സെയിൽ നടത്തുക. പ്രൊമോട്ടർ ഗ്രൂപ്പിലെ മെമ്പറായിട്ടുള്ള ജയന്തി സിൻഹയാണ് ആൽക്കം ലബോറട്ടറീസിൻ്റെ ഓഹരികൾ വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം നമുക്ക് ഇന്ന് NMDC ഓഹരികൾ ശ്രദ്ധിക്കാവുന്നതാണ്. NMDCനെ സംബന്ധിച്ച് ലംബോറിൻ്റെയും ഫൈൻസിൻ്റെയും ഒക്കെ തന്നെ വില കുറയ്ക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 150 പെർ ടണ്ണിന് 150 രൂപ വെച്ചിട്ട് കുറച്ചിട്ടുണ്ട് എന്നാണിപ്പോൾ കണക്കുകൾ വരുന്നത്. സോ NMDC നമുക്ക് ഇന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. അവസാനമായിട്ട് നമുക്കിന്ന് ഇൻട്രാഡേ പെർസ്പെക്റ്റീവിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്റ്റോക്സ് നോക്കാം. അതിൽ GE ഷിപ്പിങ്ങിൻ്റെ ഓഹരികൾ നമുക്കിന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. GE ഷിപ്പിംഗ് സിഗ്നേച്ചറിൽ 976 രൂപ എന്ന റേഞ്ചിൽ നമുക്കൊരു പൊസിഷൻ എടുക്കാവുന്നതാണ്. ലോങ് പൊസിഷനാണ് കൺസിഡർ ചെയ്യേണ്ടത്. സ്റ്റോപ്പ് ലോസ് ആയി പരിഗണിക്കുന്നത് 935 രൂപയാണ്. ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്യേണ്ടത് 1065 രൂപയാണ്. HDFC സെക്യൂരിറ്റീസിലെ ടെക്നിക്കൽ റിസർച്ച് അനലിസ്റ്റ് നാഗരാജ് ഷെട്ടിയാണ് ഈ ഒരു സ്റ്റോക്ക് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി സിഗ്നേച്ചർ ഗ്ലോബലിൻ്റെ ഓഹരികൾ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യുമ്പോൾ 1257 രൂപ 80 പൈസ എന്ന റേഞ്ചിൽ നമുക്ക്
നമുക്ക് ഒരു പൊസിഷൻ എടുക്കാവുന്നതാണ്. സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് 1195 രൂപയിലാണ്. ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്യേണ്ടത് 1365 രൂപയിലുമാണ്. ഇതും HDFC സെക്യൂരിറ്റീസിലെ അനലിസ്റ്റ് നാഗരാജ് ഷെട്ടി തന്നെയാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്.